നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇടതുപക്ഷം കേരളത്തിൽ മതമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മതമുണ്ടെന്നും വർഗീയതയുണ്ടെന്നും പ്രത്യേകിച്ച് BJP വർഗീയ പാർട്ടിയാണെന്നും ഒക്കെ പറഞ്ഞു വെക്കുകയാണ് കാലാകാലങ്ങളായി CPM ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിക്കിടയിലാണ് മതമുള്ളത് എന്ന് നമ്മൾ സത്യസന്ധമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. CPIയിലും കോൺഗ്രസിലുമൊക്കെ മതത്തിന്റെ അതിപ്രസരം വല്ലാതെയുണ്ട്. BJPയിലാണെങ്കിൽ അതൊട്ടില്ല താനും. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണെന്നും ആ സംസ്കാരത്തെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും BJP പറഞ്ഞു വെക്കുന്നതെന്നും മനസ്സിലായിട്ടും അത് മനസ്സിലാകാത്ത രീതിയിൽ അതിനെ ഒരു ജാതീയമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമം കാലങ്ങളായി നടക്കുന്നുണ്ട്. കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മതം തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതെന്ന് നമുക്കറിയാം. BJPക്കുള്ളിൽ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു അച്ഛനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ഇമാമിനോ ഒക്കെ സ്വാധീനിച്ച സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്തത്. കോൺഗ്രസിലും CPMലും ഒക്കെ ഇത് സർവ്വസാധാരണമാണ്. ഞാൻ ഇതിനൊപ്പം ഈ വാർത്തയ്ക്കൊപ്പം ഒരു വീഡിയോ കൂടി നിങ്ങളെ കേൾപ്പിക്കാം. തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളിൽ അവിടെ നാടാർ ക്രിസ്ത്യൻസ്, അതായത് നാടാർ വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. സാധാരണഗതിയിൽ പള്ളികളിൽ നിന്നാണ് തലേ ദിവസം ഇടയലേഖനങ്ങൾ വരുന്നത്. ഇടയലേഖനങ്ങൾ വന്നാൽ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ വിശ്വാസികൾ. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് സമയം മാത്രമേ ഇനിയുള്ളൂ. ഏതായാലും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ആ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് തരത്തിലാണ് മതം പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന്. അതായത് 4 മണ്ഡലങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികൾ 4 മണ്ഡലങ്ങളിലും വിജയിച്ചാൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന ഓരോ മണ്ഡലങ്ങളും, അതായത് നാടാന്മാരുടെ ആധിപത്യമുള്ള മണ്ഡലങ്ങളെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. അത്തരം ക്ലെയിമുകൾ മുന്നോട്ട് വെക്കാം. പാർലമെന്റ് സീറ്റ് ക്ലെയിം ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ഈ ഓഡിയോയിൽ കേൾക്കുന്നുണ്ട്. ആ ഓഡിയോ നിങ്ങൾക്ക് കൂടി കേൾക്കാൻ വേണ്ടി ഞാനിത് കേരളത്തിലെ വോട്ടർമാരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. സത്യത്തിൽ ഏകീകരണമില്ലാത്ത, ക്രോഡീകരണമില്ലാത്ത ഒരു വിഭാഗമാണ് ഹിന്ദു. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുവിന്റെ ആചാരങ്ങൾക്കോ ഒന്നും തന്നെ ഒരു വിലയുമില്ലാത്ത രീതിയിൽ കേരളത്തിലെ സർക്കാരുകൾ കേരളത്തിലെ ഭൂരിപക്ഷമായ ഹിന്ദുവിനെ ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഈ ഭൂരിപക്ഷമായ ഹിന്ദുവിന്റെ വോട്ട് വേണ്ടത്. ചന്ദനക്കുറികൾ അല്ലാത്ത സമയത്ത് മയക്കപ്പെടും. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ചന്ദനക്കുറികൾ തൊടും. ഇത് നമ്മൾ കാണുന്നതാണ്. ആചാരങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഓണം പോലും ആഘോഷിക്കരുത് എന്ന്. ഓണം ദേശീയോത്സവമാണ്, പക്ഷേ ഓണം പോലും ആഘോഷിക്കരുത് എന്നാണ് പലപ്പോഴും പറഞ്ഞ്, അല്ലെങ്കിൽ ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയിച്ച് ആദ്യം വന്ന പിണറായി സർക്കാർ ഓണം ആഘോഷിക്കാൻ പോലും നമ്മളെ അനുവദിക്കാതിരുന്നൊരു സാഹചര്യമുണ്ട്. ഗവൺമെന്റ് ഓഫീസുകൾ ഓണം ആഘോഷിക്കരുതെന്നായിരുന്നു അന്നത്തെ രീതി. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഒക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ, ശബരിമലയിലെ സ്ത്രീ പ്രവേശനമൊക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ, ഇപ്പോൾ ഈ നാടാർ ക്രിസ്ത്യാനികളുടെ ഈ വാക്കുകൾ കൂടി നിങ്ങൾ കേൾക്കണം. എന്നിട്ട് വേണം പോളിംഗ് ബൂത്തിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും ചിന്തിക്കേണ്ടത്. സത്യത്തിൽ അങ്ങനെയാണോ വോട്ടിന്റെ പാറ്റേൺ? ഞങ്ങളാരും ഇന്ന് വരെ സാധാരണഗതിയിൽ ജാതിയോ മതമോ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. NSS പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്കും ഞാൻ വോട്ട് ചെയ്യാറില്ല. ഏതായാലും നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടി കേൾക്കുക. ഈ ഓഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കേരളത്തിന്റെ അവസ്ഥ, ജാതിയാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെ പ്രാധാന്യത്തോടെ ഇന്നും നിലനിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ബോധ്യമാകും. നമ്മുടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മുടെ സമുദായം, അതായത് CSI SIUC നാടാർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 4 പേര് മത്സരിക്കുന്നുണ്ട്. ഒന്ന് അരുവിക്കരയിൽ സ്റ്റീഫൻ, അദ്ദേഹം CSI സഭാംഗമാണ്, നാടാർ SIUC ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിൽ മത്സരിക്കുന്ന MR ബൈജു, അദ്ദേഹവും CSI സഭാംഗമാണ്, SIUC ആണ്, SIUC നാടാരാണ്. അതുപോലെ നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ മത്സരിക്കുന്നത് K ആൻസലനും N ശക്തനും, 2 പേരും നാടാർ SIUC CSI ആണ്. അതുപോലെ തന്നെയാണ് കോവള മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഭഗത് റൂഫസ്, അദ്ദേഹവും CSI SIUC നാടാറാണ്. ഇപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ 4 മണ്ഡലത്തിൽ കിട്ടിയത്. ഇപ്പം നമ്മൾ പാർട്ടി നോക്കാതെ നമ്മൾ CSI എന്ന് പറയുന്ന സമുദായം, നാടാർ SIUC CSI സമുദായക്കാർ ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 പേരെ നമുക്ക് ഈ പാർലമെന്റിൽ എത്തിക്കാൻ പറ്റും. ഇങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ശക്തി തെളിയിക്കാൻ പറ്റും. 4 മണ്ഡലങ്ങളിൽ നമ്മളെ കണക്കെടുത്താൽ തന്നെ CSI SIUC നാടാർ 10 ലക്ഷം പേരിന് മേളിലായി.
ഈ ജില്ലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കണക്കാണ്. അപ്പോൾ അരുവിക്കര മണ്ഡലത്തിലായാലും ശരി തന്നെ, കാട്ടാക്കടയാണെങ്കിലും നെയ്യാറ്റിൻകരയാണെങ്കിലും കോവളത്തിലാണെങ്കിലും നമ്മൾ ഇതിൽ ഒരു കാരണവശാലും പാർട്ടി നോക്കാതെ നമ്മുടെ ആൾക്കാർ എവിടെ നിൽപ്പുണ്ടോ അവരെ നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് പാറശാല മണ്ഡലം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, വാമനാപുരം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ അവസരങ്ങൾ നമുക്കിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും. അത് വരും തലമുറയ്ക്കും വരും ദിവസങ്ങളിലും നമ്മുടെ സമുദായത്തിൽപ്പെട്ട പലർക്കും ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കോവള മണ്ഡലത്തിൽ മത്സരിക്കുന്ന എം വിൻസെന്റ്, അദ്ദേഹം ലറ്റിൻ കത്തോലിക്ക മുക്കുവ സമുദായ അംഗമാണ്. അദ്ദേഹം വോട്ട് പിടിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറയും അമ്മ നാടാർ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറയും അച്ഛൻ നാടാർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും നാടാരല്ല, അവർ മുക്കുവരാണ്. അത് മറന്നുപോല്. ഈ പേരും പറഞ്ഞ് നാടാർ എന്ന് പറഞ്ഞ വികാരം കൊണ്ട് ഒരു കാരണവശാലും വിൻസെന്റിന് വോട്ട് ചെയ്യരുത്. അതുപോലെ തന്നെയാണ് അവർ അടുത്ത് ഒരു ട്രോള് ചെയ്ത് വിട്ടിട്ടുള്ളത് ഭഗത് റൂഫസ്, അദ്ദേഹം മുക്കുവ സമുദായത്തിൻ്റെ അംഗമാണെന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നോട് പലരും ചോദിക്കാറുണ്ട് എം വിൻസെന്റ് നാടാരല്ലേ എന്ന്. എം വിൻസെന്റ് നാടാർ സമുദായ അംഗമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛനും നാടാരല്ല, അമ്മയും നാടാരല്ല, അദ്ദേഹത്തിന് നാടാർ സമുദായമായിട്ട് ഒരു ബന്ധവുമില്ല. നാടാർ സമുദായത്തെ വളരെയധികം പുച്ഛമാണ്. കോവളം MLA ആയിട്ട് മത്സരിക്കുന്ന ഭഗത് റൂഫസ് നാടാറാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും നാടാരാണ്. അമ്മയെന്ന് പറയുന്നത് നമ്മുടെ നെല്ലിമൂട് VNS ജിംനാഷ്യം ഇട്ടിട്ടുള്ള ഷിബു സാറിൻ്റെ ചേച്ചിയാണ് പുള്ളിയുടെ അമ്മ. പുള്ളിയുടെ ഈ ഭഗത് റൂഫസിൻ്റെ അപ്പനാണ് റൂഫസ് ഡാനിയേൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 4 മണ്ഡലങ്ങളിലും നിങ്ങളാരും തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ ഒത്തൊരുമയോടെ നിന്ന് നമ്മൾ ഒരുമിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയും നമുക്ക് ഇത്തവണ നിയമസഭയിൽ ഈ 4 പേരെ എത്തിച്ചു കഴിഞ്ഞാൽ വരും അങ്ങോട്ട് പോകുന്ന പോലെ നമുക്ക് PSC മെമ്പറിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും. പാർലമെന്റിൽ നമുക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള അവസരം വരും. അപ്പോൾ ഇതൊരു, അതായത് ഇപ്പോൾ നമുക്ക് ബിഷപ്പില്ലായിരുന്നു, നമുക്കിപ്പോൾ ഒരു ബിഷപ്പിനെയും കിട്ടിയിട്ടുണ്ട്. പണ്ട് യേശുദാസൻ തിരുമേനി ഇരുന്ന കാലത്ത് മാത്രമാണ് നമ്മൾ പറയുന്ന ആളിനെ നമുക്കിവിടെ കിട്ടുമായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട്. അതേപോലെ ഒരു അവസരം വീണ്ടും ദൈവമായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ അത് മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഒരു കാരണവശാലും പാർട്ടി നോക്കി നിങ്ങൾ വോട്ട് ചെയ്യരുത്. അരുവിക്കരയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിലേഷനോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവിടെ G. സ്റ്റീഫൻ വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുക. എന്ത് വില കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുക. കേരളത്തിൽ ആര് ഭരിക്കും അതൊന്നും നിങ്ങൾ നോക്കരുത്. തിരിച്ച് കാട്ടാക്കട MR ബൈജുവിന് എന്ത് വില കൊടുത്ത് വിജയിപ്പിക്കുക. നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോഴും ആൻസലൻ ജയിച്ചാലും ശക്തൻ ജയിച്ചാലും നമ്മുടെ ആള് തന്നെയാണ്, അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. അതുപോലെ കോവള മണ്ഡലത്തിലെ എന്തൊക്കെ രീതിയിലുള്ള നമുക്കുള്ള ബന്ധുബലമുണ്ട് അത് ഉപയോഗിച്ച് എന്ത് വില കൊടുത്തും ഭഗത് റൂഫസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.